ഹലോ സുഹൃത്തുക്കൾ, എല്ലാവർക്കും വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കുറച്ച് സ്റ്റാറുകൾ അടങ്ങിയ ഒരു സ്റ്റിക്കർ അതിന്റെ പുറത്തായി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ? അത് എന്തിനാണ് എന്ന് കുറച്ചു പേർക്ക് അറിയാമെങ്കിലും അതിനെക്കുറിച്ച് മുഴുവൻ അറിയണമെന്നില്ല. എന്നാൽ ചിലർക്ക് സ്റ്റാറോ അത് എന്തിനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പോലും തീരെ അറിയാത്തവരുമുണ്ട്. എന്നാൽ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില ടിവിയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനിലോ ഒന്നും സ്റ്റാർ ഒന്നും ഉണ്ടായി എന്ന് വരില്ല. ചിലതിൽ വന്നിട്ട് 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ അങ്ങനെയൊക്കെയാണ് സ്റ്റാറിന്റെ കണക്ക് വരുന്നത്. അപ്പോൾ 1 സ്റ്റാറിൽ ഉദ്ദേശിക്കുന്നത് ഒരു മീഡിയം ക്വാളിറ്റി എന്നാണ്. മീഡിയം എന്ന് പറയാൻ പറ്റില്ല, അതിനും താഴെയുള്ള ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അത്. ഇപ്പോ 2 സ്റ്റാർ വരുവാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് മുന്തിയത്. 3 സ്റ്റാർ ആണെങ്കിൽ കുറച്ച് കുഴപ്പമില്ലാത്തത്. അതേപോലെ 4 സ്റ്റാർ ആണെങ്കിൽ അതിനും കുറച്ചും കൂടി കുഴപ്പമില്ലാത്തതാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 സ്റ്റാർ ആണെങ്കിൽ ഏറ്റവും വെരി ഗുഡ് ആണ്. 4 സ്റ്റാർ എന്ന് പറയുന്നത് കുഴപ്പമില്ല, ഒരുവിധം കുഴപ്പമില്ലാത്തതാണ്. 4 സ്റ്റാറും 3 സ്റ്റാറും ഒരുവിധം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് തന്നെയാണ്. അതൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ച് എടുക്കാവുന്നതാണ്. ഒരുവിധം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇലക്ട്രോണിക് സാധനങ്ങളുടെ IC അങ്ങനെയുള്ള പല ഉപകരണങ്ങളും ഒരുവിധം നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് നിർമ്മിച്ച ടിവിയോ വാഷിംഗ് മെഷീനോ ഒക്കെയാണ്. അതേപോലെ തീരെ സ്റ്റാറുകളൊന്നും ഇല്ലാത്തതും 1 സ്റ്റാർ ഒക്കെ ആണെങ്കിൽ, തീരെ സ്റ്റാറുകൾ ഇല്ലാത്തതാണെങ്കിൽ അതൊന്നും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു ടിവി മേടിച്ചിട്ട് വന്നു, 2 ദിവസം ഓടിയാലും ഓടും, അല്ലെങ്കിൽ 2 വർഷം ഓടിയാലും ഓടും, 1 വർഷം ഓടിയാലും ഓടും. അങ്ങനെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന് യാതൊരു വക ഗ്യാരണ്ടിയോ വാറന്റിയോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ കമ്പനിക്കാർ 1 വർഷം ഗ്യാരണ്ടി നിങ്ങൾക്ക് തരുവാണെങ്കിൽ ആ 1 വർഷം ഓടിയാൽ ഓടും. അതിനിടയിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മാറ്റി തരും, അല്ലെങ്കിൽ വാറന്റി ആണെങ്കിൽ നിങ്ങൾക്ക് നേരാക്കി തരും. പക്ഷെ അതിന് അത്ര മാത്രമേ ആയുസുള്ളൂ. അതേപോലെ 1 സ്റ്റാർ ആണെങ്കിലും അതിൽ അടങ്ങിയിരിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വളരെ ക്വാളിറ്റി കുറഞ്ഞതാണ്. അതേ 2 സ്റ്റാർ, 3 സ്റ്റാർ അവിടുന്ന് അങ്ങോട്ട് ഓടിക്കേണ്ടതെല്ലാം എടുക്കുകയാണെങ്കിൽ ഒരുവിധം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം എടുക്കാൻ പോവുകയാണെങ്കിലും സ്റ്റാർ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് നോക്കിയിട്ട് വേണം ആ പ്രൊഡക്റ്റ് എടുക്കാൻ. സ്റ്റാർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ആയുസ് കൂടും. അതേപോലെ കറണ്ട് ബില്ലും നമ്മൾക്ക് കുറയും. കറണ്ട് ബില്ല് എങ്ങനെയാണ് ഈ സ്റ്റാർ കൂടുമ്പോൾ കുറയുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. കറണ്ട് ബില്ല് കുറയുന്നതിന്റെ കാരണം ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുമ്പോൾ അതിലെല്ലാം ഉപയോഗിക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഒരുപാട് ഹീറ്റ് ആകും. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും അടിച്ചു പോകാവുന്ന സാധനങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിക്കുന്നത്. അപ്പോൾ അത് എല്ലാം കൺട്രോൾ കറക്റ്റ് ആകണമെന്നില്ല. ചിലത് വോൾട്ടേജ് കൂടിയതായിരിക്കും, ചിലത് കുറഞ്ഞതായിരിക്കും. എല്ലാം കൂടി തല്ലിക്കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കറണ്ട് ഇവിടുന്ന് ഒരുപാട് പാസ് ചെയ്ത് പോവുകയും ചെയ്യും. നിങ്ങളിപ്പോൾ 4000 രൂപയുടെ ടിവി മേടിച്ചു, നല്ല ലാഭത്തിൽ ടിവി കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കും. സാധാരണ ആ ടിവി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് 200 രൂപയാണ് കറണ്ട് ബില്ല് വന്നതെങ്കിൽ ഈ ടിവി എടുത്തതിന് ശേഷം അത് ചിലപ്പോൾ 1000-ഓ 2000 ഒക്കെ ആയി വരും. കാരണം ഇവിടെ ലാഭം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ലിൽ അത് ഇരട്ടി നഷ്ടമായി വരും. ഇത്തരത്തിൽ കറണ്ട് ബില്ലുകൾ നമ്മൾ കുറഞ്ഞ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കൂടുതലായി വലിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഏതൊരു ഇലക്ട്രോണിക് ഉപകരണം എടുക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നോക്കി സ്റ്റാർ ഒക്കെ ഉള്ളത് നോക്കിയിട്ട് എടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ല പ്രൊഡക്റ്റ്. അതേപോലെ മാർക്കറ്റിൽ നിന്നും മേടിക്കുമ്പോൾ അതിന്റെ സർവീസും കൂടി നമ്മൾക്ക് കിട്ടുന്നത് മേടിച്ചാൽ എല്ലായിടത്തും നല്ല രീതിയിലുള്ള സർവീസുകളും നമ്മൾക്ക് ലഭിക്കും. അപ്പോൾ വിലക്കുറഞ്ഞതും കൂടിയതും തമ്മിലുള്ള മാറ്റം ഇതാണ്. നിങ്ങൾ ഒന്നിൽ ലാഭം നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ 10 രൂപ കൂടിയാലും നല്ല സാധനം എടുത്താൽ അതിന്റെ ആയുസ്സുകൾ കൂടുതൽ കിട്ടും. അതേപോലെ തന്നെ കറണ്ട് ബില്ല് കുറവാനുള്ള സാധ്യതകളുണ്ട്. എല്ലാം ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് കണ്ടീഷനുമായിരിക്കും. ഇതാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് വന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നേരെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.